നോക്കി നമുക്കൊന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ. എന്താണെന്നറിയാവോ, ഒരു ടൊമാറ്റോ റൈസിൻ്റെ ഈസി റെസിപ്പിയാണ്. അപ്പം ഞാൻ അരി 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നാരങ്ങയൊക്കെ ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ റൈസിന് വേണ്ടത് എന്താണെന്ന് നോക്കാം. ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി, പിന്നെ ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉഴുന്ന്. അപ്പോൾ എൻ്റെ കുറച്ച് അരിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി ഒരു 3/4 വേവായപ്പോഴത്തേക്ക് ഞാൻ ഈ ഇറക്കി മാറ്റി. 3/4 വേവേ ആവാവൂളെ. ഇനി ഒരു തേങ്ങയുടെ 1/4 പാലും കൂടി, നല്ല കട്ടിപ്പാലായിരിക്കണേ. നമുക്ക് ഇതിനകത്ത് നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം, വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ നെയ്യ് അധികം ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അതിൽ കുറച്ച് ജീരകവും കടുകും ചുമന്ന മുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴും നമുക്ക് ഈ ഉഴുന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറത്തിലാക്കിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഈ 1 രൂപ ആകുമ്പോൾ ആ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ മിക്സും സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ആവട്ടെ, എല്ലാ കൂട്ടും കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ 1 രൂപ ഇതാവുമ്പോൾ എടുത്ത് അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. മസാല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. മസാല വേണമെങ്കിൽ മസാല ഇടാം. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, എനിക്ക് ആ മസാലയുടെ മണമൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് കട്ടി ഉള്ള തേങ്ങാപ്പാൽ നന്നായിട്ട് ഒഴിച്ച് ഒന്ന് തിളച്ചെടുക്കാം. നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പം നല്ല തിള വന്നതിന് ശേഷം നമ്മളിപ്പോൾ 3/4 വേവിച്ച് വെച്ചിട്ടുള്ളൂ ഞാൻ. ആ റൈസും ഇട്ട് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ അരിയൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്കൊരു 2 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് പിള്ളേരൊക്കെ താമസിച്ചൊക്കെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരി കുറച്ചുകൂടെ ഒന്ന് വേവണം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മസാലക്കൂട്ടിൽ കിടന്ന് ഈ അരി ഒന്ന് വെന്താലേ അതിൻ്റെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചോറിനകത്ത് മസാല പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3/4 വേവേ വേവിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ റൈസ് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ്. ഞാൻ പെട്ടെന്നൊക്കെ രാവിലെയൊക്കെ എഴുന്നേക്കാനോ എന്തെങ്കിലുമൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ടൊമാറ്റോ റൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും